കട കുഞ്ഞ പ്ലേറ്റ് ബിരിയാണി കൊതിയന്മാര് ഇത്തിരി മതിയോത്തെ തിന്നണേ. തിന്നിട്ട് അമ്മ എന്നും തരുവേ. അടക്ക് ലെഗ് പീസ് ആവണ്ടേ മോനെ? എനിക്ക് ലെഗ് പീസ് ആവണ്ടേ? ലെഗ് പീസ് അടിപൊളി യമ്മി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഒരു ഫ്ലേവേഴ്സും കൂടുതൽ ആഡ് ചെയ്യാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനായി നമ്മുടെ ചിക്കൻ നല്ലോണം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ച് അതിന് ശേഷം അതിൻ്റെ അകത്ത് മുളക്, മഞ്ഞൾ, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം ചിക്കൻ ഒന്ന് പെരട്ടി ഇങ്ങനെ എടുത്തോളുക. അപ്പം നല്ലോണം അത് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം തിരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം വെക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് മുഴുവൻ നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് 2 സെക്ഷനാക്കി ഒരു സെക്ഷൻ ഞാനത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ കൈ കഴുകിയത് കൊണ്ട് തന്നെ ഞാൻ ശരിക്കും കൈവച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ കൈയെല്ലാം കഴുകി ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ സ്പൂണ് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഇനി അതൊരു അരമണിക്കൂർ നമുക്ക് അവിടെ ആ മസാല പിടിക്കാൻ എടുത്ത് വെക്കാം. അപ്പം നമ്മുടെ ബിരിയാണി അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതാ 1 കപ്പ് അരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. 1 കപ്പല്ല, 1.5 കപ്പ് അരിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 കപ്പ് അരിക്ക് ഞാൻ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 3 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മുടെ കുക്കറിലാണെങ്കിൽ 1.5 കപ്പ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കുക്കറിലാകുമ്പോൾ 2.5 കപ്പ് വെള്ളമേ വേണ്ടൂ. പക്ഷേ ഞാനിത് കുക്കറിൻ്റെ അകത്തല്ല ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ ഒരു അലുമിനിയം പാത്രം, വലിയ പാത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം എടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ അകത്തിട്ട് ഒന്ന് അടിച്ച് വെച്ചു. ശേഷം നമ്മുടെ സവാളയെല്ലാം ഒന്ന് കട്ട് ചെയ്തതാണ്. ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഫാസ്റ്റാക്കിയിട്ടാണ് കാണിക്കുന്നത്. ശേഷം നമ്മുടെ ബിരിയാണി പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ചു. ചില ആൾക്കാർ വെളിച്ചെണ്ണയിലും ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഓയിലാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് പശുനെയ്യ്, ഇത് നാടൻ പശുനെയ്യാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയത്, ഞാനല്ല അമ്മ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ കുറച്ച് സവാള നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് സവാള ഞാൻ അതിൻ്റെ അകത്തേക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റി നല്ല മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ കുറച്ചൊന്ന് കരിഞ്ഞ പോലെ ആയിനി, എന്നാലും അധികം കരിഞ്ഞിട്ടില്ല. 2 മിനിറ്റ് ശ്രദ്ധ തെറ്റുമ്പോൾ തന്നെ അത് വേഗം കുക്കായി വരും. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഞാനിതാ അതിൻ്റെ അകത്തേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പെരുംജീരകം, അങ്ങനെ നമ്മുടെ ബിരിയാണി കൂട്ട് മൊത്തം ഇട്ടിട്ടുണ്ടായി. അതിന് ശേഷം നമ്മുടെ 1.5 കപ്പ് അരിക്ക് പാകമായിട്ടുള്ള 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതാ 3 കപ്പ് വെള്ളം ചേർത്ത്, തിളച്ച വെള്ളമാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം ലാഭിക്കാം, വെള്ളം തിളപ്പിക്കേണ്ട സമയം നമുക്ക് ലാഭിക്കാം. ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട്, ഉപ്പ് നോക്കിയിട്ട് ഇടണം. ഉപ്പ് നമുക്ക് കുറച്ച് അധികം ഇടണം, കാരണം നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിലേക്ക് ഉപ്പ് പിടിക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറഞ്ഞ പോലെ തോന്നും. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 1 സ്പൂൺ പഞ്ചസാര. അതെല്ലാവരും ചെയ്യുന്ന കാര്യമെന്ന് അറിയില്ല, ഞാൻ എന്തായാലും ബിരിയാണി ചോറ് വെക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഗരം മസാലേൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി നല്ലോണം ഇളക്കി ഞാനത് ടൈറ്റ് ചെയ്ത് പൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറ് അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പം നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള നല്ലോണം വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം ഞാൻ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് എന്നുള്ളത്. അതായത് നമ്മുടെ ബിരിയാണിക്ക് നല്ല ലോ ഫ്ലെയിമിലാണ് പിന്നെ നമ്മൾ ബിരിയാണി കുക്ക് ചെയ്ത് വരേണ്ടത്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ചെറിയ തീയിൽ അത് വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം തീ കുറക്കണം. ശേഷം നമ്മുടെ ഉള്ളി മസാലയ്ക്ക് വേണ്ട ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അടിച്ചത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ചേർക്കുന്നത്. പക്ഷേ നമ്മളിത് ഒരുപാട് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച് അതിലേക്കും കുറച്ചധികം
നമ്മൾ പൊടികൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മസാല അതിന് ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ബിരിയാണി മസാലയായ പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒരു ആർട്ടിഫിഷ്യലായി തോന്നും. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫ്ലേവർ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരുപാട് മസാലാസ് ബിരിയാണിക്ക് വേണ്ട. അപ്പോൾ ഇത് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കുക്കറിൻ്റെ അകത്താണ് ചിക്കൻ വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് ചിക്കൻ ഏകദേശം ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് തട്ടി നല്ലോണം ഇളക്കിയിട്ട് ഒന്നും കൂടി ഈ മസാലേൻ്റെ അകത്ത് നിന്ന് ആ ചിക്കൻ നല്ലോണം വെന്ത് വരണം. ആ മസാലയെല്ലാം ചിക്കനിലേക്ക് ഇറങ്ങണം. അതിനുശേഷം നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ മസാല. അപ്പം നമുക്ക് ഈ ചിക്കൻ അതുപോലെ ഫ്രൈ ചെയ്തിട്ടും ഇടാം കേട്ടോ. ഇനി ഞാനിത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചിക്കൻ മസാല, നമ്മുടെ ഗരം മസാല, കുറച്ച് കുരുമുളകും കൂടി പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അധികം എണ്ണ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ഹെൽത്തിയാണ്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോറ് എന്തായാലും നോക്കാം. എന്താ ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു പോയി. കാരണം ആ ചോറിൻ്റെ ആവി എൻ്റെ ക്യാമറയിലേക്ക് തട്ടിയതുകൊണ്ടാണ് കേട്ടോ ഒരു മങ്ങിയ പോലെ. പക്ഷെ നല്ല ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പരസ്പരം ഒട്ടാണ്ട് നല്ല ഒന്നിടവിട്ട് നല്ല അടിപൊളി ചോറ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മസാലയും നല്ല വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, മസാലയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ മസാല ഞാൻ എന്ത് ചെയ്തു, നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പം അവിടുന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ചോറ് ഞാൻ എന്ത് ചെയ്തു, 1/4 ഭാഗം മാത്രമേ നമ്മുടെ ചോറ് വന്നിട്ടുള്ളൂ ദമ്മിടുന്നതുകൊണ്ട് തന്നെ. അപ്പം നമ്മുടെ ചോറ് എന്ത് ചെയ്തു, പകുതി നമ്മൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാല എന്തായി നോക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ചിക്കനിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലേൻ്റെ അകത്തുള്ള ആ ഒരു ഗ്രേവി അങ്ങനെ ഒരുപാടൊന്നും വറ്റി വരണ്ട കേട്ടോ. കാരണം നമ്മൾ ദം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഗ്രേവി അടക്കം നമ്മുടെ മസാല ഞാനിതാ നമ്മുടെ ചോറുണ്ടാക്കിയ ആ ഒരു വലിയ ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ട്. പക്ഷേ ഈ ഗ്രേവി കണ്ടിട്ടൊന്നും ആരും പേടിക്കേണ്ട. കാരണം ഇത് നമ്മുടെ ദമ്മിടുമ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റി നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്കിനി അതൊന്ന് ദം ചെയ്യാനിടാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ 2 ലെയറായിട്ടാണ് ഞാൻ ഇതിടുന്നത്. അപ്പോൾ ചോറിട്ടു, ഞാൻ അതിൻ്റെ അടിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതുപോലെ നമ്മുടെ മല്ലിയില പുതിനയില എല്ലാം ഇട്ട് സെക്കൻഡ് ട്രിപ്പ് 1 ലെയറും കൂടി ഞാൻ ചോറിട്ടു. അപ്പോൾ അത് ഞാനത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇതാ ലാസ്റ്റ് എല്ലാ ചോറും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി അതുപോലെ നമ്മുടെ മല്ലിയില പുതിനയില എല്ലാം കൂടി ഞാനിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാടൻ പശുവിൻ നെയ്യുണ്ട്. അപ്പോൾ ആ നാടൻ പശുവിൻ നെയ്യ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പൂണ് 1-2 സ്പൂണ് നമുക്ക് അതിൻ്റെ മേലെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാർ പാലിൻ്റെ അകത്ത് നമ്മുടെ കുങ്കുമപ്പൂവും അതുപോലെ മഞ്ഞളൊക്കെ ചേർത്ത് നമ്മൾ അതിൻ്റെ അകത്ത് തളിച്ച് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലേ. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ബിരിയാണി മതിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സമയമെടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന ചമ്മന്തി ഉണ്ടാക്കാനാണ്. പക്ഷേ ഞാനിത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില പുതിനയില, പിന്നെ നമുക്ക് കുറച്ച് തൈരും ഉപ്പും കൂടി ഉണ്ടായാൽ ബിരിയാണിയുടെ ചമ്മന്തി റെഡി. അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അങ്ങനെയായി. ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് എനിക്ക് സാലഡ് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 2 സ്പൂണ് തൈരും കൂടി വേണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം അടിച്ചിട്ട് നമ്മൾ ബിരിയാണിയുടെ ചമ്മന്തിയായി. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ബിരിയാണിയുടെ ദമ്മ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ദമ്മ് എന്ന് പറഞ്ഞാൽ നമ്മളെ റിയൽ ദമ്മൊന്നല്ലേ, ഞാനൊരു തട്ടിക്കൂട്ട് ദം ബിരിയാണി ഉണ്ടാക്കി അത്ര മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ ചോറിൽ നല്ല മേലോളം നല്ല ആവി കയറി വന്നിട്ടുണ്ട്. ഒരു ചോറ് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 2 ആളും പാത്രം എടുത്തിട്ട് 2 ആളും സൈഡിൽ വന്നിട്ട് നിന്നിട്ടുണ്ട്. ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ 2 ആൾക്കും ക്ഷമയില്ല. അപ്പോൾ ഇതാ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തുനിന്ന് മേലേന്ന് കുറച്ച് നല്ല ചോറ് നമ്മുടെ ഒരു കാസറോളിലേക്ക് ഞാൻ ഹോട്ട് ബോക്സിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഇവിടെ ബിരിയാണി ഞാനും മക്കളും മാത്രമേ കഴിക്കൂ, ഏട്ടനും അമ്മയും കഴിക്കില്ല. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഞാൻ നമ്മുടെ ഗീ റൈസ് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ചോറും അതുപോലെ തന്നെ നമ്മുടെ മസാലാസും മിക്സ് ചെയ്ത് നല്ല അടിപൊളി ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ വാഴയില കണ്ടുവന്നു. അപ്പോൾ അത് മേലെയുള്ള ചോറെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ആ വാഴയില ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ വാഴയില വെച്ച് അതിൻ്റെ മേലെ നമ്മുടെ ഗീ റൈസും കൂടി ഇട്ട് ദമ്മിടുമ്പോൾ ആ ഒരു മണം എൻ്റെ മോനെ സൈക്കൂല, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് ചോറെല്ലാം അങ്ങനെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതാ നമ്മുടെ ഇത്രയും ഗ്രേവി ഉണ്ടായ ബിരിയാണിക്ക് നമ്മുടെ ഗ്രേവി മൊത്തം പറ്റി നല്ല
തിക്കായിട്ട് നല്ല അടിപൊളി മസാല ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വാഴയില ഇങ്ങനെ വെച്ച് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ അതിന് മേലെയുള്ള ആ ഒരു മസാല പേരേണ്ട ചോറ് ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് നമ്മുടെ കുട്ടപ്പന്മാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടാളും പാത്രവും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. കഴിച്ചില്ലെങ്കിലും വയറ് നിറയും. മക്കൾ വയറ് നിറയെ കഴിക്കുന്ന കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കില്ലേ അല്ലേ. അപ്പോൾ ഇതാ രണ്ടാളും ഒരാൾ വന്നിട്ടുണ്ട് ബിരിയാണിക്ക്, ഇനിയിപ്പോൾ ചെറിയ ആളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും ബിരിയാണി നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ പോവുക. കേടാ കുഞ്ഞ പ്ലേറ്റ് ബിരിയാണി കൊതിയന്മാർ ഇത്തിരി മതിയോത്തെ തിന്നണേ. തിന്നിട്ട് അമ്മ എന്നും തരുവേ. അടുക്ക് ലെഗ് പീസാ വേണ്ടേ മോന്? എനിക്ക് ലെഗ് പീസാ വേണ്ടേ? ലെഗ് പീസ് അടിപൊളി യമ്മി. എല്ലാവരും വീഡിയോ കാണാം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ്